ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു വണ്ടി നമ്മൾ സർവീസിന് വിടണം. അതിപ്പം കാർ ആയിക്കൊള്ളട്ടെ, ബൈക്ക് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാഹനം സർവീസിന് വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പീരിയോഡിക് സർവീസ് ആണ് വാഹനം എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് വിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. 6 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ ഒരു സർവീസ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വാഹനം നമ്മൾ സർവീസിന് വിടുമ്പോൾ ആദ്യം തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. എന്തിനാണ് ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കംപ്ലൈന്റുകളൊക്കെ അവർക്ക് പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കാനുള്ള സമയം സാവകാശം നമ്മൾ നൽകുക. എന്നാൽ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ സർവീസ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ എഞ്ചിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കും. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കൊണ്ടുപോകാം. ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഏതാണ് ഡീലർഷിപ്പിൽ വണ്ടി കൊണ്ടുപോകുന്നത് അവിടെ വിളിച്ച് ചോദിച്ചിട്ട് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് അന്ന് എടുക്കുക, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുക്കലാണ്. ഈ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാഹനം ഈ അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ വണ്ടി അവർ റിസീവ് ചെയ്യും. സർവീസ് അഡ്വൈസർ ആണ് ശരിക്കും ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്, വണ്ടി റിസീവ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ കിലോമീറ്റർ നോക്കും, ഏത് സർവീസാണ് ആ വണ്ടിക്ക് ആവശ്യമായത് അത് നിങ്ങളോട് നിർദ്ദേശിക്കും. പിന്നെ അതർ സെയിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം ചില എന്താ പറയുന്നത്, ചില വസ്തുക്കളൊന്നും നമ്മൾ വണ്ടി ചെയ്യുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. ഉദാഹരണത്തിന് വിങ്ഷീൽഡ് വാഷർ, അതായത് നമ്മുടെ വണ്ടിയുടെ വിങ്ഷീൽഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പ് ലിക്വിഡ്, പിന്നെ എൻജിൻ ഫ്ലഷിങ്, ഫ്യൂൽ അഡിറ്റീവ്, ഓയിൽ സപ്ലിമെന്റ്, നൈട്രജൻ ഫില്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡി പോളിഷ്, ഇന്റീരിയർ ക്ലീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഓണേഴ്സ് മാനുവൽ, അതായത് നമ്മുടെ വാഹനത്തിന്റെ ഉടമയ്ക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു കൂടെ നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ടാവും, ഒരു ബുക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ വസ്തുക്കളാണ് ഈ വണ്ടിക്ക് ഈ സർവീസിന് മാറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരിവിടെ ഈ സമയത്ത് സർവീസ് സെന്ററിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബ് കാർഡ് ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം വണ്ടി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയിലുള്ള കംപ്ലൈന്റുകൾ. ഇപ്പൊ ഒരു വണ്ടി നമുക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഉദാഹരണത്തിന് സ്റ്റീരിയോ, നമ്മൾ ചില സമയത്ത് സ്റ്റീരിയോ വർക്ക് ആകുന്നില്ല, അതുപോലെ ഹെഡ്ലൈറ്റ് സം ടൈം നോട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ ഹോൺ വർക്ക് ആകുന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് ഈ കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എഞ്ചിന് പരമായ, ഗിയർ ബോക്സ് പരമായ, ബ്രേക്ക് പരമായ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കത് വല്ലപ്പോഴുമോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാറണ്ടിയിൽ കവറാകുന്ന കാര്യങ്ങളാണേലും അല്ലെങ്കിലും, പ്രത്യേകിച്ച് വണ്ടി വാറണ്ടി പീരീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ അടുത്ത് പറയാം, അവരത് മെൻഷൻ ചെയ്യും. മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വാറണ്ടിയിൽ കവറാകുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഇത് പറയാതിരിക്കുന്നത് അവർ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോൺ നോട്ട് വർക്കിംഗ് സം ടൈം, ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും വണ്ടിയുടെ ഹോൺ അടിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ചെക്ക് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കംപ്ലൈന്റ് ലഭിക്കുന്നത് അത് കൃത്യമായിട്ട് സർവീസ് അഡ്വൈസറോട് പറയാം. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലോട്ട് കൊടുക്കും. ജോബ് കാർഡോട് കൂടി വാഹനം വർക്ക്ഷോപ്പിൽ കൊടുക്കും. അപ്പോൾ വർക്ക്ഷോപ്പിൽ ടെക്നീഷ്യന് ഈ വണ്ടിയുടെ പീരിയോഡിക് സർവീസ് ചെയ്യും. നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കംപ്ലൈന്റുകളും അവർ അറ്റൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫൈനൽ ചെക്ക് നടക്കുന്നുണ്ട്. ഫൈനൽ ചെക്ക്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കംപ്ലൈന്റുകളും പരിഹരിച്ചിട്ടുണ്ടെന്ന് അവർ കൺഫേം ചെയ്തിട്ട് അവര് അത് രേഖപ്പെടുത്തി. എന്തെങ്കിലും കൂടുതൽ ദിവസമോ അല്ലെങ്കിൽ കൂടുതൽ സമയമോ നിങ്ങളുടെ വണ്ടി വർക്ക്ഷോപ്പിൽ അവർക്ക് വേണമെന്ന് അവർ എന്ന് പറയുന്നത് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം ചിലപ്പം കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഇപ്പൊ എഞ്ചിൻ വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെയിം ഡേ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഫൈനൽ ചെക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടി പോകുന്നത് വാഷിങ്ങിലോട്ടാണ്. ഈ വാഷിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഫൈനൽ ചെക്കപ്പ് അവിടെ ഉണ്ടാകും. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം വണ്ടി ഫൈനൽ ചെക്ക്, ഈ ഫൈനൽ ചെക്കിൽ തന്നെയാണ് റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിയുമ്പോൾ വാഷിംഗ് കഴിയും. വാഷിംഗ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു വണ്ടി നിങ്ങൾ മേടിക്കാനായിട്ട് പോയി, പൈസ അടച്ച് ചുമ്മാ എന്താ പറയുന്നത് വണ്ടി എടുത്തുകൊണ്ട് പോയി, നിങ്ങൾ പറഞ്ഞിരുന്ന കംപ്ലൈന്റുകളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യാതെ
വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ ഒരാഴ്ചയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വണ്ടി കൊണ്ടുവരികയാണ് വീണ്ടും സെയിം കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ എന്താ പറയുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ കംപ്ലൈന്റുകളും നിങ്ങൾ റീചെക്ക് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ കംപ്ലൈന്റ് കൊടുത്തിരുന്നോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൺഫേം ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് വണ്ടിക്ക് ചുറ്റും നടന്ന് ഒന്ന് നോക്കുക, എവിടെയെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ, നിങ്ങൾ വണ്ടി കൊടുത്ത സമയത്ത് ഇല്ലാത്ത സ്ക്രാച്ചസ്, ഡെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരു സർവീസ് സെന്ററിൽ ഒരു വണ്ടി കിട്ടിയ പാട് കയറി ഒന്ന് ഓടിച്ചു പോകരുത്. കാരണം ഈ റോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓടിക്കുന്ന ഡ്രൈവറിന് ഇഷ്ടത്തിനനുസരിച്ച് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടാകാം, സീറ്റിന്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടാകാം, സ്റ്റിയറിംഗ് പൊസിഷൻ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ വാഹനം കയറി എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് പകുതിക്കാണ് മനസ്സിലാവുന്നത്, അയ്യോ ഇതൊന്നും കറക്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന എല്ലാ കംപ്ലൈന്റുകളും അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ പൈസ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചാർജ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് സർവീസിന്റെ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 2000 രൂപയെ പറഞ്ഞുള്ളൂ, പക്ഷേ സർവീസ് കഴിഞ്ഞപ്പോൾ പറയാണ് 2400 രൂപ. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ എടുത്തത്, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടിക്ക് സർവീസുകൾ ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. കാരണം ഈ വാറണ്ടിയിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഈ പീരീഡിനുള്ളിൽ നിങ്ങൾ സർവീസ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ വാറണ്ടി റിജക്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു സ്ഥലത്തും ഈ വണ്ടിക്ക് വാറണ്ടി ലഭിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോകളും ഇതുപോലെ പുതിയ കാര്യങ്ങളും ഞാൻ പുതിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.